ഇപ്പോഴും ഒരു നേതാവിന് തന്റെ താൻ 10-40 വർഷക്കാലമായിട്ട് നടത്തിയ പ്രവർത്തനങ്ങൾ ഹൈക്കമാൻഡിനെ അറിയിക്കാൻ നേരിട്ട് കത്തെഴുതിയാൽ വാങ്ങാത്തത് കൊണ്ടോ എന്തോ ആയിരിക്കാം ഡൽഹിയിലെ പത്രത്തില് പരസ്യം കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. എന്തൊരു ഗതികേടാണ്. ഇതാണോ ഇത്? അത് കൊടുക്കുന്ന അദ്ദേഹം ഞാൻ ഇത്രയും കാലം ചെയ്തു എന്നുള്ള കാര്യം നാട്ടുകാരെ അറിയിക്കാനാണ് അല്ല എന്നുള്ള കാര്യം നമുക്കറിയാം. മലയാളികളായിട്ട് ആളുകൾ അറിയിക്കാനാണെങ്കിൽ മലയാളത്തിലെ ഏതെങ്കിലും പത്രത്തിൽ പരസ്യം കൊടുത്താൽ മതി. അതും കൊടുക്കേണ്ട കാര്യം എന്താണുള്ളത്? ഇപ്പോഴത്തെ ഈ ഘട്ടത്തിൽ എന്തിനാണ് ഡൽഹിയിൽ ഉള്ള പത്രത്തിൽ പരസ്യം കൊടുക്കുന്നത്? ഇത്ര കാലമായിട്ട് ഇന്ന ചുമതലകൾ വഹിച്ചു എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ നേരിട്ടൊരു നിവേദനം കൊടുത്താൽ വാങ്ങാൻ തയ്യാറാവാത്ത ആളുകൾക്കിടയിൽ ആളുകളുടെ മുമ്പിലേക്ക് ഇതാ ഞങ്ങൾ പത്രത്തിലൂടെയെങ്കിലും നിങ്ങൾ വായിക്കുമെന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക്, അതാണ് കോൺഗ്രസിന്റെ ഗതികേട്. മുഖ്യമന്ത്രി ആവുന്ന പ്രതിപക്ഷ നേതാവ് ആവുന്നുള്ള കാര്യം ഇപ്പോഴും തീരുമാനിക്കപ്പെട്ടിട്ടില്ല. അതിലേക്കുള്ള ഓട്ടത്തിനിടയിൽ ഇങ്ങനെ പരസ്യമായിട്ടുള്ള ഗോഗാവലികൾ എന്തെല്ലാം ഈ സാമൂഹ്യ മാധ്യമങ്ങളിലെ ഓരോ സംഗതി വരുമ്പോൾ സ്വന്തം നേതാക്കന്മാരെയാണ് ഇവരിതൊക്കെ പറയുന്നതെന്ന് വിശ്വസിക്കാൻ പോലും പറ്റാത്തൊരു വിധം അത്രയും മോശമായ അത്രയും അധപ്പതിച്ച കാര്യങ്ങളിലെ പരാമർശങ്ങളല്ലേ വരുന്നത്. അപ്പൊ ഒരു പാർട്ടി 10 വർഷക്കാലം അധികാരത്തിന് പുറത്തു നിന്നൊരു പാർട്ടി ദേശീയ തലത്തിൽ പോലും എത്രയോ കാലമായി 2014 ശേഷം അധികാരത്തിന് പുറത്താണ്. അങ്ങനെയുള്ള പാർട്ടി ഇപ്പോഴും ഇങ്ങനെ അധികാരം കിട്ടിയിട്ടില്ലാത്തൊരു ഘട്ടത്തിൽ പോലും അധികാരത്തിന്റെ അപ്പകഷ്ണത്തിന് വേണ്ടിയിട്ട് തല്ലുകൂടുന്ന ഒരു കാര്യം, അത് കിട്ടാൻ അപ്പകഷ്ണമാകുമോ കരിങ്കൽ കഷ്ണമാകുമോ എന്ന് പോലും തീരുമാനിക്കാത്ത ഘട്ടത്തിലാണ് നടക്കുന്നത്. ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ആ പാർട്ടിക്ക് ഭാവിയിൽ വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം